ആദിവാസി വിദ്യാർത്ഥികളെ ഊരുകളിൽ നിന്ന് സ്കൂളുകളിൽ എത്തിക്കാൻ 2013 ഗോത്രസാരഥി പദ്ധതി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം പേരുമാറ്റി വിദ്യാവാഹിനിയാക്കി. പക്ഷേ പദ്ധതിയുടെ ഭാഗമായി വാഹനമോടിക്കുന്ന ഡ്രൈവർമാരുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോഴും 4 മാസത്തെ വാടക കുടിശ്ശികയാണ്. പലരും കടം മേടിച്ചും അങ്ങനെയൊക്കെയാണ്. വണ്ടീൻ്റെ മെയിൻ്റെനൻസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ഇനിയിപ്പം ബ്രേക്ക് എടുക്കാനായിട്ടുണ്ട് പല വണ്ടികളും. ഇവിടെ മാനന്തവാടി TD ഓഫീസിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള ഒരു പൈസേൻ്റെ ഒരു കാര്യം ഞങ്ങൾ അവിടെ പോയി അന്വേഷിക്കലുണ്ട്. അന്നേരം മൂപ്പര് പറയും ശരിയാക്കി തരാം, 2 ദിവസം അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ എല്ലാം ഓക്കെ ആക്കാം. ഇത് പറയും, ഞങ്ങൾ പോകും, തിരിച്ചു വരും. വനത്തിനുള്ളിലുള്ള ഊരുകളിൽ നിന്നടക്കം വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നത് വിദ്യാവാഹിനി വാഹനങ്ങളാണ്. പുതിയ അധ്യയന വർഷം വാഹനമില്ലെങ്കിൽ പഠനം മുടങ്ങുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ജീപ്പ് ഇല്ലാത്ത സമയത്ത് ആനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുറേ 15-16 പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും പോകാൻ സാധിക്കില്ല. ഈ ജീപ്പും വണ്ടിയൊക്കെ വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പേടിയില്ലാണ്ട് പോകുന്നത്. കുട്ടികൾ വിടാൻ കഴിയില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആനശല്യമാണ്. 1 കിലോമീറ്റർ 200 മീറ്ററും പോർഷ് കൂടെ പോകണം. അപ്പം ഞങ്ങൾക്ക് ഒരു കാരണം വെച്ചാലും വണ്ടി ഇല്ലാണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ കഴിയില്ല. ഇടക്കാലത്ത് പദ്ധതിയുടെ നടത്തിപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിരുന്നു. പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലാതായതോടെ വീണ്ടും പട്ടികവർഗ വകുപ്പിലേക്ക് മാറ്റി. ഇതുപോലുള്ള കൊടുങ്കാട്ടിലൂടെ ദുർഘടമായ വഴികൾ താണ്ടിയാണ് പല ഡ്രൈവർമാരും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നത്. മാസങ്ങളുടെ വാടക കുടിശ്ശികയായിട്ടും അവർ വണ്ടി ഓടിക്കുന്നത് കുട്ടികളുടെ പഠനം മുടങ്ങരുതല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.